കല്യാണ പാർട്ടികളിലൊക്കെ വിളമ്പുന്ന വെജിറ്റബിൾ സ്റ്റൂ നമുക്കിന്ന് തയ്യാറാക്കാം. അപ്പോൾ നല്ല രുചികരമായിട്ടുള്ള ഒരു സ്റ്റൂ ആണ്. അപ്പത്തിനും പാലപ്പത്തിനും ഇടിയപ്പത്തിനും എന്തിൻ്റെ കൂടെയും നല്ല കോമ്പിനേഷനാണ്. ബ്രെഡിൻ്റെ കൂടെയൊക്കെ കഴിക്കാനും നല്ല ടേസ്റ്റാണ്. അപ്പോൾ നമ്മളൊരു കുക്കർ അടുപ്പത്ത് വെച്ച് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. പട്ട, ഗ്രാമ്പൂ, ഏലക്ക, വഴനയില ചേർത്തിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം. ഇതുപോലെ വെളിച്ചെണ്ണയിൽ ഇതൊന്ന് മൂപ്പിച്ചെടുത്തു കഴിഞ്ഞാൽ നല്ലൊരു ടേസ്റ്റ് കിട്ടും കേട്ടോ. ഇനി ഇതിലേക്ക് ഒരു സവാള നേർങ്ങനെ അരിഞ്ഞതും അതുപോലെ തന്നെ ഇഞ്ചിയും വെളുത്തുള്ളിയും ഇതുപോലെ നീളത്തിൽ അരിഞ്ഞതും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതൊന്നും ഒരുപാട് കൂടി പോകരുത്. അതുപോലെ ഒരു 5-6 പച്ചമുളക് എടുക്കുന്നുണ്ട്. പച്ചമുളകാണ് ഇതിൽ കൂടുതൽ എരിവ് മുന്നിട്ട് നിൽക്കേണ്ടത്. അതാണ് പ്രത്യേക ടേസ്റ്റ് കൊടുക്കുന്നത്. പിന്നെ അതുപോലെ തന്നെ കുറച്ച് ഉപ്പും കുറച്ച് കറിവേപ്പിലയും ചേർത്തിട്ടൊന്ന് വഴറ്റിയെടുക്കാം. അതുപോലെ ഇതിലേക്ക് ഒരു വലിയ സൈസിലുള്ള ഉരുളക്കിഴങ്ങും പിന്നെ ഒരു ക്യാരറ്റിൻ്റെ കഷ്ണം എടുത്തിട്ടുണ്ട്. പിന്നെ ഗ്രീൻ പീസ് എടുത്തത്, ഫ്രോസൺ ഗ്രീൻ പീസ് എടുത്തത്. നിങ്ങൾക്ക് ഏത് പച്ചക്കറികൾ വേണമെങ്കിലും എടുക്കാം. ഞാനിത് 3 മാത്രമേ എടുത്തിട്ടുള്ളൂ കേട്ടോ. അത് ഈ ഒരു വെളിച്ചെണ്ണ കിടന്നിട്ട് നല്ലപോലെ ഒന്ന് വാട്ടിയെടുക്കുന്നുണ്ട്. പിന്നെ ഒരു 1/2 ടീസ്പൂൺ ഗരം മസാല ചേർക്കുന്നുണ്ട്. പച്ചക്കറികൾ ഇതുപോലെ എണ്ണയിലൊന്ന് വഴറ്റിയെടുത്ത് കഴിഞ്ഞാൽ നമ്മൾ സ്റ്റൂവിന് നല്ലൊരു ടേസ്റ്റ് കിട്ടും. അതുപോലെ തന്നെ പിന്നെ നമ്മളൊരു 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും ചേർക്കുന്നുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളവും കൂടിയും ചേർത്തിട്ട് നല്ലപോലെ ഒന്ന് വേവിച്ചെടുത്ത് കൊണ്ടുവരാം. അപ്പോൾ മീഡിയം ഫ്ലെയിമിൽ ഒരു വിസിൽ വരുന്നവരാട്ടോ വേവിച്ചത്. അത്യാവശ്യം പെട്ടെന്ന് തന്നെ കുക്കാവുന്ന ഉരുളക്കിഴങ്ങ് ആയതുകൊണ്ട് തന്നെ ഒരു വിസിൽ മതിയായിട്ടുണ്ട്. ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഇത് വെന്തിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പിന്നെ വീണ്ടും ഒന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ ഇത് നല്ലപോലെ തന്നെ ഒന്ന് വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി ഒരു 5-6 കഷ്ണം ഞാൻ ഇതുപോലെ ഒന്ന് ഉടച്ചു കൊടുക്കുന്നുണ്ട്. എല്ലാം ഒരുപോലെ അങ്ങ് ഉടച്ചു കൊടുക്കണ്ട കേട്ടോ, ഭയങ്കര കട്ടിയായി പോകും. പിന്നെ തേങ്ങേൻ്റെ 2 പാലും കൂടി ചേർത്തിട്ട് ഒരു 10 മിനിറ്റ് നല്ലപോലെ തിളപ്പിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു സമയത്ത് പാല് പിരിഞ്ഞ പോലെയൊക്കെ ഉണ്ടാകും. പക്ഷേ കറി റെഡിയാകുമ്പോൾ നല്ല സെറ്റായി കിട്ടും കേട്ടോ. അപ്പോൾ ഇത് നല്ലപോലെ തിളച്ച് കറി ഒന്ന് കുറുകുന്ന സമയത്ത് നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ ഉപ്പ് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. ഇനി ഫ്ലെയിം നല്ലപോലെ കുറച്ച് വെച്ചതിന് ശേഷം തേങ്ങേൻ്റെ 1-ാം പാല്, അതായത് നല്ല കട്ടിയുള്ള പാല് വേണം ചേർത്ത് കൊടുക്കാൻ. പിന്നെ കൈ വിടാണ്ട് ഇളക്കിക്കൊണ്ടിരിക്കുക. പിന്നെ ഈ ഒരു സ്റ്റൂവിന് നല്ലൊരു ടേസ്റ്റ് കൊടുക്കുന്നത് ലാസ്റ്റ് കുറച്ച് പച്ച കറിവേപ്പില അതുപോലെ പച്ച വെളിച്ചെണ്ണയും ചേർക്കുന്നതാണ്. പിന്നെ മൂടി വെച്ചിട്ട് ഏകദേശം ഒരു 1/2 മണിക്കൂർ കഴിഞ്ഞിട്ട് ഞാനിത് സെർവ് ചെയ്യുന്നുണ്ട്. അപ്പോഴേക്കും നല്ല കുറുകിയിട്ട് നല്ല സെറ്റായിട്ടുണ്ടാകും. അപ്പോൾ ബ്രെഡിൻ്റെ കൂടെയാണ് എനിക്ക് നല്ല ഇഷ്ടമായത് കേട്ടോ. അതുപോലെ തന്നെ വെള്ളയപ്പത്തിൻ്റെ കൂടി നല്ല ടേസ്റ്റാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. പാർട്ടികളിലൊക്കെ വിളമ്പുന്ന നല്ല അടിപൊളിയായിട്ടുള്ള ഒരു സ്റ്റൂവിൻ്റെ റെസിപ്പിയാണ്. അപ്പോൾ ഇതുണ്ടാക്കാൻ വളരെ എളുപ്പമാണ്, അധികം പണിയൊന്നുമില്ല. തേങ്ങാപ്പാൽ എടുക്കേണ്ട ആ ഒരു ഇത്തിരി പണി മാത്രമേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് തേങ്ങാപ്പാൽ എടുക്കാൻ ബുദ്ധിമുട്ടാണെന്നുണ്ടെങ്കിൽ നമുക്ക് തേങ്ങാപ്പാലിൻ്റെ പൊടി ഇന്ന് വാങ്ങിക്കാൻ കിട്ടും, അത് ചേർത്താലും മതിയാകും. അങ്ങനെയാകുമ്പോൾ നല്ല കട്ടിയിൽ തന്നെ നമുക്കിത് ഉണ്ടാക്കിയെടുക്കാനും പറ്റും. അപ്പോൾ നല്ല ഈസി ആയിട്ടുള്ള ഈ ഒരു റെസിപ്പി തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുമെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായാലും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക്